എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 8-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേരളത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി പാർലമെന്റ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകയിലും തെലങ്കാനയിലും അധികാരം പിടിച്ചതിന് സമാനമായി 5 ഗ്യാരണ്ടികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ UDF അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സ്ത്രീകൾക്കെല്ലാം KSRTCയിൽ സൗജന്യ യാത്ര എന്നതാണ് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇതിനോടൊപ്പം കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രതിമാസ ക്ഷേമ പെൻഷൻ 2000 ഉള്ളത് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ പുതിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 25 ലക്ഷം രൂപ വരെ ഇതിലൂടെ ഓരോ കുടുംബത്തിനും സൗജന്യ ഇൻഷുറൻസ് ലഭ്യമാക്കും എന്നുള്ളതാണ് ഈ ഗ്യാരണ്ടി. യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്നതാണ് അടുത്തത്. കേരളത്തിലെ വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, അന്തസ്സ് എന്നിവ ഉറപ്പാക്കാനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച ജാഥയുടെ സമാപന സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പാചകവാതക വില ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയും കൂട്ടി. വില വർധനവ് ഇന്ന് മുതൽ, അതായത് 2026 മാർച്ച് 7 ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. 2025 ഏപ്രിലിന് ശേഷം ആദ്യമായിട്ടാണ് ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം വരുന്നത്. വീട്ടാവശ്യത്തിനുള്ള 14.2 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് 60 രൂപയും ഹോട്ടലുകളിലും മറ്റ് പാചക ആവശ്യങ്ങൾക്കുമുള്ള വാണിജ്യ സിലിണ്ടറിന് 19 കിലോഗ്രാം തൂക്കം വരുന്നതിന് 115 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ പ്രധാന നഗരങ്ങളിലെ വില ഈ ഒരു രൂപത്തിലാണ്. കൊച്ചിയിൽ ഇനി ഗാർഹിക സിലിണ്ടറിന് 920 രൂപ നൽകണം. 5 കിലോമീറ്ററിന് പുറത്ത് ഡെലിവറി ചാർജും വരും. 5 കിലോമീറ്ററിനുള്ളിൽ ഡെലിവറി ചാർജ് സൗജന്യമാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും 50 രൂപ വരെയ്ക്ക് 5 കിലോമീറ്ററിന് ഉള്ളിലാണ് എങ്കിൽ പോലും ഡെലിവറി ചാർജ് ഈടാക്കുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ 1000-ന് മുകളിൽ സാധാരണക്കാരന് ഗ്യാസ് വാങ്ങുമ്പോൾ ഇപ്പോൾ തന്നെ വരും. ഇനിയും കൂടും എന്നുള്ളത് റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് കൊച്ചിയാണ് പ്ലാന്റുകൾ ഉള്ള ജില്ല. അവിടെയാണ് ഈ ഒരു 920 രൂപ വരുന്നത്. മറ്റ് ജില്ലകളിൽ കുറച്ചുകൂടി വില കൂടും. ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന് 913 രൂപയും വാണിജ്യ സിലിണ്ടറിന് 1883 രൂപയുമായിട്ടുണ്ട്. മുംബൈയിൽ 912 രൂപയും 1835 രൂപയും, കൊൽക്കത്ത 939, 1990, ചെന്നൈ 928 രൂപ 50 പൈസ ഗാർഹിക സിലിണ്ടറിന്, വാണിജ്യ സിലിണ്ടറിന് 2043 രൂപ 50 പൈസ. അപ്പോൾ നമുക്ക് ചെന്നൈയിൽ നോക്കുകയാണെങ്കിൽ 2000 രൂപക്ക് മുകളിൽ പോയി വാണിജ്യ സിലിണ്ടറിന്റെ വില എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ യുദ്ധം നീണ്ടു നിൽക്കാനാണ് സാധ്യത. അങ്ങനെ എങ്കിൽ വില ഇനിയും കൂടിയേക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, ഗ്യാസിന്റെ വിലയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുള്ളത്. പെട്രോൾ, ഡീസൽ വിലയിലും മാറ്റം വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 30 ദിവസത്തേക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ അനുമതി ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നൽകിയിരുന്നു. അത് 30 ദിവസത്തിനാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധം അത്രയും ദിവസം കൊണ്ട് തീരും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാനാകില്ല. എന്തായാലും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വില വർധനവ് മാത്രമല്ല, വില കൊടുത്താൽ ഗ്യാസ് കിട്ടാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അതായത് ഒരു മാസത്തിൽ അല്ലെങ്കിൽ 25 ദിവസത്തിൽ ഒരിക്കൽ മാത്രമായിരിക്കും ഇനി ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുക. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഒരാഴ്ചക്കകം 65,000 മുൻഗണനാ റേഷൻ കാർഡുകൾ കൂടി സംസ്ഥാനത്ത് വിതരണം ചെയ്യും. പല തവണയായി ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചതിൽ നിന്നും അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മുൻഗണനാ റേഷൻ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ മഞ്ഞ റേഷൻ കാർഡുള്ളവരാണ് എങ്കിൽ 30 കിലോ അരിയും സൗജന്യമായി ലഭിക്കും. പിങ്ക് റേഷൻ കാർഡാണ് ലഭിക്കുന്നത് എങ്കിൽ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. വാഹന വകുപ്പിന്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ സബ്സിഡി പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ആദ്യത്തെ 1000 അപേക്ഷകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. 30,000 രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത്. ഇതിൽ 1000 എണ്ണത്തിൽ 500 എണ്ണം വനിതകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. വനിതകൾക്കാണ് ലഭിക്കുക. മാർച്ച് 4-ാം തീയതി മുതൽ ഇതിന്റെ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷകൾ
mvd.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും ഈ വെബ്സൈറ്റിൽ ബന്ധപ്പെടാം. മോട്ടോർ വാഹന വകുപ്പുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. മഞ്ഞ റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയുണ്ട്, വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി ആക്കിയിട്ടുണ്ട്, കൂടാതെ ആട്ടയുണ്ട്, മണ്ണെണ്ണ 1 ലിറ്റർ ലഭിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റേഷൻ കടയിലൂടെ ലഭിക്കുമ്പോൾ സപ്ലൈകോയിലൂടെയാണ് ഇപ്പോൾ അധിക വിഹിതങ്ങൾ അധികരിപ്പിച്ചിട്ടുള്ളത്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ വില കുറച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് 20 രൂപ വീതം സബ്സിഡി ഉള്ളതിനും ഇല്ലാത്തതിനും കുറച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് ഇപ്പോൾ ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പെരുന്നാൾ പ്രമാണിച്ച് റംസാൻ കിറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 786 രൂപക്കാണ് 1018 രൂപ വില വരുന്ന കിറ്റ് വിതരണം ചെയ്യുക എന്നാണ് സപ്ലൈകോ വ്യക്തമാക്കിയിട്ടുള്ളത്. കിറ്റിലുള്ള സാധനങ്ങൾ 1 കിലോ ശബരി അപ്പപ്പൊടി, 1 കിലോ ശബരി പുട്ടുപൊടി, ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, റവ, പഞ്ചസാര, ശബരി ഗോൾഡ് തേയില, ഏലക്കായ, അണ്ടിപ്പരിപ്പ് എന്നിവ അടങ്ങുന്നതാണ് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത്. എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോയിലെത്തി 20-ാം തീയതി മാർച്ച് 20-നകം ഈ ഒരു കിറ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ വലിയ ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ലാഭം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കിറ്റ് വാങ്ങാൻ വേണ്ടി മാത്രം സപ്ലൈകോയിൽ പോയി ഇത് വാങ്ങുമ്പോൾ ഇതൊരു ലാഭം ഉണ്ടാകില്ല. മറ്റ് സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇത് വാങ്ങുകയാണ് എങ്കിൽ ചെറിയ ലാഭം ഉണ്ടാകും. അല്ലാതെ വലിയൊരു ഓഫറൊന്നും അല്ല എന്ന് പറയാം. കാരണം 786 രൂപ ഇതിന് കൊടുക്കണം. ഇതിൽ ഏകദേശം സാധനങ്ങളൊക്കെ ഇത്രയൊക്കെ തുക കൊടുക്കുകയാണെങ്കിൽ കിട്ടും. പൊതുവിപണിയിൽ 1018 രൂപ വില വരുന്ന സാധനങ്ങളാണ് എന്നാണ് സപ്ലൈകോ അവകാശപ്പെടുന്നത്. അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. 1 കിലോ അപ്പപ്പൊടിയും പുട്ടുപൊടിയും മാത്രമാണ്. ബാക്കിയുള്ളവയെല്ലാം 250 ഗ്രാമാണ്. പിന്നെ കുറച്ചിനം 50 ഗ്രാമാണ്. അണ്ടിപ്പരിപ്പ് വരുന്നത് 50 ഗ്രാമാണ്. ഏലക്ക 20 ഗ്രാമാണ്. അങ്ങനെയാണ് സാധനങ്ങളുടെ തൂക്കം വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 20-ാം തീയതി വരെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ സപ്ലൈകോയിൽ എല്ലാ വിഹിതങ്ങളുടെയും വിതരണം ഇപ്പോൾ തുടരുകയാണ്. 20 കിലോ അരി 25 രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാം, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്നുള്ളതാണ്. അത് റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന ആ ഒരു നിലവാരത്തിലുള്ള അരിയാണ്. ജയ അരി, കുരു അരി, മട്ടരി അവർക്ക് 33 രൂപ നൽകണം. 8 കിലോ ആണ് ഒരു റേഷൻ കാർഡിന് 2 തവണയായിട്ട് ലഭിക്കുക. പച്ചരി 2 കിലോയും ലഭിക്കുന്നതാണ് 29 രൂപ നിരക്കിൽ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.